ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഫെബ്രുവരി 25 ആറ്റുകാൽ പൊങ്കാലയാണ്. 24 തീയതിയിലെ പ്രത്യേകതകൾ പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 24 മാഘമാസത്തിലെ ശുക്ലപക്ഷ പൗർണമിയാണ്. അന്നാണ് ലളിതാ ജയന്തി. അതായത് ലളിതാ ത്രിപുരസുന്ദരി അവതരിച്ച ദിവസമാണ് മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൗർണമി ദിനം, അതായത് ഫെബ്രുവരി 24 ദേവിമാർ മൂന്ന് ദേവിമാരാണ്. 3 ദേവീ സങ്കല്പങ്ങളാണ് ഉള്ളത്. അതായത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. അതിൽ മഹാകാളിയുടെ ഭാവത്തിലാണ് നമ്മൾ ദുർഗാദേവിയെയും കണ്ണകിയെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പം ദേവിയുടെ 10 ശക്തി രൂപങ്ങളുണ്ട്. കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി, ബഗലാമുഖി, ടാങ്ക്, കമല. ഇങ്ങനെ 10 മഹാവിദ്യകളാണുള്ളത്. ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഓരോ ദേവീ രൂപങ്ങളെ പ്രാർത്ഥിക്കാറുണ്ട്. ചിലരൊക്കെ ഈ തന്ത്രമന്ത്ര വിദ്യകളൊക്കെ ചെയ്യുന്ന ആളുകൾ അവരുടെ രീതിക്ക് അനുസരിച്ചിട്ടുള്ള ദേവിമാരെയൊക്കെ ഉപാസിക്കുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ടുള്ള മനുഷ്യർ നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ലളിതാ ത്രിപുര സുന്ദരിയുടെ രൂപമാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ദേവിയെ, അതിന് ഏത് ദേവി ആയിക്കോട്ടെ, ഏത് രൂപത്തിൽ നമ്മൾ ദേവിയെ കാണുന്നു എന്നായിക്കോട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഏതാണ്? ലളിതാ സഹസ്രനാമം. അപ്പം ഷോഡശി എന്ന് പറയുന്ന ദേവി തന്നെയാണ് ലളിതാ ത്രിപുരസുന്ദരി. ദേവി ഭണ്ഡാസുരനെ വധിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ള ആ ഭണ്ഡാസുര വധത്തെ പറ്റിയാണ് ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ദേവിയുടെ സഹസ്രനാമങ്ങളാണത്. അത് നിത്യവും പാരായണം ചെയ്യുന്നത് വലിയ വലിയ ഫലത്തെ പ്രദാനം ചെയ്യും. ദേവീ പുരാണത്തിൽ ലളിതാ ജയന്തി ദിവസം ദേവിയെ പ്രാർത്ഥിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ആദി പരാശക്തിയായിട്ടാണ് പറയുന്നത്. ത്രിപുരസുന്ദരിയാണ്. 3 പുരങ്ങൾ, അതായത് ത്രിലോകങ്ങളിലും അധിപയാണ് ലളിതാ ത്രിപുരസുന്ദരി. രാജേശ്വരി, ത്രിപുരസുന്ദരി, ഇങ്ങനെയൊക്കെ ദേവിക്ക് പേരുകളുണ്ട്. ഭണ്ഡാസുര വധത്തിൽ ദേവിയുടെ സൈന്യാധിപയായിരുന്നു പഞ്ചമി ദേവി അല്ലെങ്കിൽ വരാഹി ദേവി. ആ കഥകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 24 മാഘമാസത്തിലെ ശുക്ലപക്ഷ ദിനത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. ഇനി എങ്ങനെയാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്? അതായത് ശുഭ്രവസ്ത്രധാരിണിയായിരുന്ന് ദേവിയെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അതായത് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് രാവിലെ നമ്മൾ ദേവിക്ക് വിളക്ക് കത്തിച്ച് ലളിതാ സഹസ്രനാമം ജപിക്കണം. അപ്പോൾ ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒരു ചുമലപ്പട്ടിൽ ദേവിയുടെ ഫോട്ടോ വെക്കണമെന്നാണ് പറയുന്നത്. അതിനുശേഷം ദേവിക്ക് മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. അതല്ലെങ്കിൽ മഞ്ഞ അക്ഷതം കൊണ്ട് നമുക്ക് ദേവിയെ അഭിഷേകം ചെയ്യാം. അക്ഷതം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ എനിക്ക് വന്നിട്ട് കുറേ നാളിന് മുമ്പുള്ളൊരു വീഡിയോയാണ്. നമ്മുടെ നവരാത്രി സീരീസിലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. പലതരത്തിലുള്ള അക്ഷതങ്ങളാണ് ഉള്ളത്. അതിൽ നമ്മളിപ്പോൾ ദേവിയെ പൂജിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ കളറിലുള്ള അക്ഷതമാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഒരു പിടി പച്ചരി, അതായത് പൊട്ടിയതും ചീത്തയായതും ഒന്നും ആയിരിക്കരുത്, നല്ല പച്ചരി ആയിരിക്കണം. ഒരു പിടി പച്ചരി എടുക്കുക. അതിനകത്തേക്ക് അത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ നല്ലത്. അതിനുശേഷം, അതായത് ജലാംശമൊന്നും പാടില്ല, നന്നായിട്ട് കഴുകി ഉണക്കി വെക്കണം. അതല്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് തുടച്ച് എടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഒരു ശകലം നെയ്യ്, അതായത് ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ശകലം നെയ്യ് ഒഴിക്കുക. അതിനുശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഈ മഞ്ഞൾ ഈ അരിയൽ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ളു നെയ്യ് അതിനകത്തേക്ക് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക്
സിന്ദൂരവും കൂടെ ചേർത്ത് അക്ഷതം ഉണ്ടാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. മഞ്ഞ അക്ഷതമോ ചുമല അക്ഷതമോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. സിന്ദൂരം ചേർക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞളും കൂടെ ചേർക്കണം. രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അക്ഷതം നമുക്കിങ്ങനെ ദേവിക്ക് അർച്ചന ചെയ്യാം. മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. പാല് കൊണ്ടിട്ടുള്ള നൈവേദ്യങ്ങൾ വെക്കാം. പാൽപ്പായസം ദേവിക്ക് ഉണ്ടാക്കി വെക്കാം. പൊങ്കാല ഇടുന്നവരാണെങ്കിൽ ഒരു നേരമല്ലേ അരിയാഹാരം കഴിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രസാദം നമുക്ക് ഉച്ചയ്ക്ക് മാത്രം, എപ്പോഴാണോ അരിഭക്ഷണം കഴിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഈ പായസം കഴിക്കാവൂ. അതല്ല ചൗവരി കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധാന്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പായസം വെക്കുന്നതെങ്കിൽ അത് നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ വെറുതെ പാലും പഞ്ചസാരയും ഏലക്കയും കൂടിയിട്ട് കാച്ചി ദേവിക്ക് വെക്കുന്നത് വളരെ ഉത്തമമാണ്. അങ്ങനെ വെച്ചിട്ട് വേണം ദേവിയെ പ്രാർത്ഥിക്കാൻ ലളിതാ ജയന്തി ദിവസം. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഫെബ്രുവരി 24 വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. കന്യകമാർക്ക് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് ലളിതാ ജയന്തി ദിവസമെന്ന് പറയുന്നുണ്ട്. ചോറ്റാനിക്കരയിൽ മകമാണ്. മകം തൊഴാവുന്ന കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ദേവി കുംഭമാസത്തിലെ മകം ദിവസമാണ് വില്യമംഗലത്തെ സ്വാമിയാർക്ക് ദർശനം നൽകിയത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് മകം തൊഴാനായിട്ട് നട തുറക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ആ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന്. പിറ്റേ ദിവസം ആറ്റുകാൽ പൊങ്കാലയാണ്. അതുകൊണ്ട് തന്നെ തലേ ദിവസം ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പോൾ ഫെബ്രുവരി 24 ലളിതാ ജയന്തിയാണ് എന്ന് ഓർക്കുക. ദേവി അവതരിച്ച ദിവസമാണ്. രാജേശ്വരി, രാജരാജേശ്വരി, ത്രിപുരസുന്ദരി ഇങ്ങനെയുള്ള പേരുകളിലെല്ലാം, ഭുവനേശ്വരി ഇങ്ങനെയുള്ള പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ദേവി തന്നെയാണ്. ശക്തി സ്വരൂപിണിയാണ്. ശാക്തേയ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നവരും വൈഷ്ണവ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നവരും ശൈവ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ദേവിയാണ് ലളിതാ ത്രിപുരസുന്ദരി. പല പ്രശ്നങ്ങൾ വരുമ്പോഴും അതിൽ നിന്നൊക്കെ മോചിപ്പിക്കുന്ന ദേവിയാണ് ലളിതാ ത്രിപുരസുന്ദരി. സാധാരണ ലൗകിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യുന്ന ദേവിയാണ് ലളിതാ ത്രിപുരസുന്ദരി. അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ജീവിതത്തിലെ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളെല്ലാം മാറ്റുന്നതിന് ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും. കാരണം നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ലളിതാദേവി തരുമ്പോൾ അത് നമ്മളിൽ നിലനിർത്തുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ജപിച്ചാൽ വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് ഫെബ്രുവരി 24 ലളിതാ ജയന്തി ദിവസം നമ്മൾ ലളിതാ സഹസ്രനാമം 2 നേരവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ എന്ന് പറയുന്ന ആ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മൾ പൊങ്കാലയിടുന്ന ആളുകളെല്ലാം തലേദിവസം നല്ല തിരക്കിലായിരിക്കും. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലായിരിക്കും. ആ സമയത്തൊക്കെ ഈ അമ്മേ നാരായണ എന്നുള്ള നാമം ജപിച്ചുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് ശനിയാഴ്ച ദിവസം ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ 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 ഉത്തമമാണ്. മഞ്ഞപ്പൂക്കൾ കൊണ്ട് ദേവിക്ക് അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശുഭ്രവസ്ത്രധാരിണിയായിരുന്ന ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പാലുകൊണ്ടുള്ള നൈവേദ്യങ്ങൾ ദേവിക്ക് വെക്കുന്നത് വളരെ നല്ലതാണ്. 2 നേരവും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. പൊങ്കാലയിടാൻ പറ്റുന്നവരും പറ്റാത്തവരും എല്ലാവരും തന്നെ 2 ദിവസവും ദേവിയെ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ദേവി പ്രദാനം ചെയ്യും. ഇപ്പോൾ പൊങ്കാല ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ട എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് പൊങ്കാലയുമായി ബന്ധപ്പെട്ട ദിവസമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകം മുഴുവൻ ആചരിക്കുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി 24 അത് ലളിതാ ജയന്തിയാണ്. അത് പൊങ്കാലയുടെ തലേ ദിവസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടെ എളുപ്പമാണ് ദേവിയെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ എല്ലാവരും ശനിയാഴ്ച ദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഞായറാഴ്ച ഭംഗിയായി പൊങ്കാലയിടാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.